ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് പഴുത്ത ചക്ക വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഒരുപാട് പഴുത്ത് പോയിട്ടുള്ളതായിട്ടുള്ള ചക്കയല്ല വേണ്ടത്. അതായത് ഇങ്ങനെ വഴുവഴുപ്പായിട്ടുള്ള രീതിയിലുണ്ടല്ലോ, കനം കുറഞ്ഞ ചുള ഒക്കെയുള്ള അങ്ങനത്തെ അല്ല വേണ്ടത്. കുറച്ചൊരു കട്ടിയുള്ള രീതിയിലുള്ള ചുളയുള്ള ഒരു പഴുത്ത ചക്കയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തയ്യാറാക്കുമ്പോഴാണ് ഒന്നുകൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അത്യാവശ്യം നല്ല മധുരമുള്ള ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ, ചക്ക കൊണ്ട് നമ്മൾ ഒരുപാട് നല്ല നല്ല റെസിപ്പികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നിരുന്നാലും ഇതേപോലെ ഒരു പക്ഷേ തയ്യാറാക്കാമെന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ചക്ക നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം. അതിലുള്ള ആ ഒരു ചവിണി അതുപോലെ തന്നെ കുരുവൊക്കെ ഒന്ന് നീക്കം ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് അളവൊന്നും പറയണില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് വേണം നമ്മളിത് എത്ര വേണം നമ്മൾ എടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ പഴുത്ത ചക്ക നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ സീസണൊക്കെ കഴിഞ്ഞാലും നമുക്ക് പഴുത്ത ചക്ക കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മൾ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ അതൊക്കെ ഒന്ന് കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതേപോലെ തന്നെ പച്ചച്ചക്കയാണെന്നുണ്ടെങ്കിലും ഒരു വർഷം വരെ അതിന് മുകളിലൊക്കെ തന്നെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷായിട്ട് പച്ചയായി തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാനത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മൈദ തന്നെ വേണമെന്നില്ല, നമുക്ക് ഗോതമ്പ് പൊടിയിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഒരു 3 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് നമ്മുടെ ബാക്കിയായി വന്നിട്ടുള്ള ദോശമാവാണ് കേട്ടോ. അപ്പോൾ ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ മാവ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ബാക്കിയായത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അത് കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 സ്പൂണോളം പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എത്രത്തോളം എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് നമ്മുടെ പാകത്തിനുള്ള ഒരു മധുരമാണ് നമ്മളിതിലേക്ക് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മുഴുവൻ ദോശമാവും ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടുള്ള ബാറ്റർ അല്ല നമുക്ക് വേണ്ടത്. എന്നിരുന്നാലും നമുക്ക് കുറച്ചൊരു തിക്കായിട്ടുള്ള രീതിയിലുള്ളൊരു ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. ദോശമാവിൽ മാത്രമായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യാതെയും ചെയ്യാം. ഇനി അഥവാ നമുക്ക് ദോശമാവ് കുറച്ച് കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങോട്ട് കൂടി പോകാനായിട്ട് പാടില്ല കേട്ടോ. ഒരുപാട് കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് തയ്യാറാക്കി എടുക്കുമ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒഴിവാക്കണം എന്നുള്ളവർക്ക് പഞ്ചസാര മാറ്റിയിട്ട് ശർക്കരയിലും നമുക്കിതുപോലെ തയ്യാറാക്കാം. അതുപോലെ ഗോതമ്പ് പൊടിയിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ കിട്ടും. ഇനി ഞാനിതിലേക്കൊരു 4-5 ഏലക്കായ പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ടല്ലോ ഇതിന്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ജീരകത്തിന് പകരമായിട്ട് നമുക്ക് എള്ളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ദോശമാവൊക്കെ ഒഴിച്ചത് കാരണം തന്നെ ചെറിയൊരു ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചേർക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ദോശമാവ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കുരുവൊക്കെ നീക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചക്ക ഉണ്ടല്ലോ, ഈ ഓരോ ചുളയും ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് നമ്മുടെ ബാറ്റർ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിലേക്കൊക്കെ ഒരുപാട് അങ്ങോട്ട് ഫില്ലാക്കി കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞിരുന്നാൽ മാത്രം മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു ചുളം മുഴുവൻ ഇതേപോലെ ചെയ്യുകയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കീറി എടുത്തിട്ട് ചെറുതായിട്ട് ആ രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു സൈഡ് നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് നമുക്കത് കിട്ടുന്നതായിരിക്കും കേട്ടോ.
ഇനി എന്താ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത്യാവശ്യം 2 സൈഡും നല്ലപോലെ വെന്തതിന് ശേഷം നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ഒരുപാട് നമുക്കിങ്ങനെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ ചെറിയൊരു കുഴിയുള്ളൊരു ചട്ടിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ഓയിൽ മാത്രം യൂസ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ പരന്ന പാത്രത്തിലൊക്കെ വെച്ച് തയ്യാറാക്കുമ്പോൾ ഓയിൽ ഒരുപാട് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈവനിങ്ങിൽ മാത്രമല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ്. അത്രയും നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളു വേവാതെ വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഒരു പഴംപൊരിയുടെയൊക്കെ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണ്. അപ്പോൾ ഒരുപാട് ചക്കയൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ചക്കയൊക്കെ കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പുളിച്ചിട്ടുള്ള മാവൊക്കെയാണ്, ദോശമാവിലൊക്കെയാണ് നമ്മളിത് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ലപോലെ ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ദോശമാവ് എടുക്കുമ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് തണുപ്പ് മാറിയതിന് ശേഷം നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മാവ് തയ്യാറാക്കിയതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.